വീണ്ടും ഒരിക്കൽ കൂടി ഒടിയൻ എത്തുന്നു. ഒടിയൻ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മോഹൻലാലിൻ്റെ രൂപം ഓടി വരുന്നത് അല്ലേ? എന്നാൽ ഈ പ്രാവശ്യം മോഹൻലാൽ അല്ല നായകൻ, പൃഥ്വിരാജിൻ്റെ നായക വേഷത്തിൽ നമ്മുടെ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഒടിയൻ തിയേറ്ററിൽ എത്താൻ പോവുകയാണ്. ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോവുകയാണ്. ഇതിലെ നായികയ്ക്ക് വ്യത്യാസമൊന്നുമില്ല, മഞ്ജു വാര്യർ തന്നെയാണ് മോഹൻലാലിൻ്റെ ഒടിയനിലും ഈ ചിത്രത്തിലെ നായിക എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. കരൺ ജോഹറാണ് ഇത് നിർമ്മിക്കുന്നത്. കരൺ ജോഹറിൻ്റെ ധർമ്മ പ്രൊഡക്ഷനും പൃഥ്വിരാജ് പ്രൊഡക്ഷനും തമ്മിൽ ചേർന്നാണ് ഒരു സംരംഭമാണ് ഈ ഒടിയൻ എന്ന ചിത്രം. അപ്പം മുടക്കുമുതൽ വമ്പൻ മുടക്കുമുതലായിരിക്കാം. എല്ലാ ഭാഷയിലും ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നിവേണ്ട എല്ലാ ഭാഷയിലും ചിത്രം ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന സംവിധായകനെ പറ്റി നമുക്ക് വളരെ പ്രതീക്ഷയാണ്. ഭൂതകാലം, അവസാനം പ്രണവ് മോഹൻലാലിനെ മറ്റൊരു ലെവലെത്തിച്ച DFR എന്ന ചിത്രങ്ങളെല്ലാം നമുക്ക് പ്രതീക്ഷ നൽകിയ ഘടകമാണ്. കാരണം ഹൊറർ ചിത്രങ്ങൾ അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിക്കുകയും അത് വേറെ തലത്തിലേക്കൊക്കെ എത്തിക്കുകയും ചെയ്യുന്ന നമ്മുടെ രാഹുൽ സദാശിവൻ നമ്മളെ ഞെട്ടിപ്പിക്കാറുണ്ട്. ഹൊറർ ചിത്രങ്ങളുടെ നമ്മുടെ ഒരു രീതിയുണ്ട്, കൺസെപ്റ്റ് ഉണ്ട്. പണ്ട് തൊട്ടേ നമ്മൾ കണ്ടുവരുന്ന ആ രീതിയിൽ നിന്ന് വ്യത്യസ്തമായുള്ള രീതിയാണ് രാഹുൽ സദാശിവൻ പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഇതും ഒരു ഹൊറർ സബ്ജക്റ്റ് തന്നെയാണ്. അതൊരു മറ്റൊരു രീതിയിൽ പഴയ കണ്ട ഒടിയനല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായി വേറൊരു രീതിയിൽ പറയാനാണ് അദ്ദേഹം ശ്രമിക്കുക എന്നുള്ളത് ഏകദേശം ഉറപ്പാക്കിയിട്ടുണ്ട്. സത്യവും മായയും തമ്മിലുള്ള യുദ്ധം എന്നാണ് ഈ സിനിമയുടെ തന്നെ ടാഗ്ലൈൻ. അപ്പം നമുക്ക് ഏകദേശം പിടികിട്ട് കാണും. ഒടിയൻ എന്ന് പറയുന്ന കഥാപാത്രം വർഷങ്ങൾക്ക് മുമ്പോട്ട് നമ്മളുടെ ഒരു മിത്താണോ എന്താണെന്നറിയില്ല. പണ്ട് നാട്ടുപ്രദേശങ്ങളിൽ മാടനടിച്ച് മരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലൊരു ഒടിയൻ കഥാപാത്രം ലാലേട്ടനിലൂടെ വന്നപ്പോൾ നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നു. 2018 ഒടിയൻ ഇറങ്ങുന്നത്. ലാലേട്ടൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറി. ലാലേട്ടൻ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പഴി കേട്ട ചിത്രമായിരിക്കും. ലാലേട്ടനേക്കാൾ ഉപരി ശ്രീകുമാർ മേനോൻ എന്ന് പറയുന്ന യുവ സംവിധായകനും പഴി കേട്ടു ഒത്തിരി. അതിനുശേഷം എന്തൊക്കെ കഥകളല്ലേ. ലാലേട്ടന് താടി വടിക്കാൻ പറ്റാത്ത അവസ്ഥയെ വരെ കൊണ്ടുചെന്ന് എത്തിച്ചു ഒടിയനെന്നാണ് പറയുന്നത്. ഏതായാലും ഒടിയൻ നേടാത്ത കളക്ഷൻ റെക്കോർഡുകളൊക്കെ ആ കാലത്ത് വമ്പൻ കളക്ഷനായിരുന്നു ഒടിയൻ നേടിയത്. 14 ദിവസം കൊണ്ട് 54 കോടിയാണ് ഒടിയൻ വാരി കൂട്ടിയത്. ലാലേട്ടൻ്റെ വേറെ ഒരു ഭാവമൊക്കെ നമുക്കതിനകത്ത് കാണാൻ പറ്റി. എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് ഒടിയൻ എനിക്കിപ്പോഴും കണ്ടുകൊണ്ട് ഇരിക്കാൻ പറ്റിയ എനിക്കിഷ്ടപ്പെട്ടൊരു ചിത്രമാണ്. പിന്നെ ഈ ചിത്രത്തിനെ ഇപ്പോഴും ട്രോളുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം എനിക്ക് തോന്നുന്നു ഭയങ്കര ഹൈപ്പിൽ വളരെ പ്രതീക്ഷയായിരുന്നു ആൾക്കാർക്ക്. വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെ ചിത്രം റിലീഫ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഈ വിചാരിച്ചതിനേക്കാൾ വലിയൊരു വിജയമായിട്ട് ഈ ചിത്രം മാറിയാണ്. ആശീർവാദിൻ്റെ കീഴിലാണ് ചിത്രം നിർമ്മിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതിനിടയിൽ വീണ്ടും ഒടിയന്മാരുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇവിടെ പൃഥ്വിരാജ് ഒടിയനായി വരുമ്പോൾ മറ്റൊരു വശത്ത് നമ്മുടെ ദുൽഖർ സൽമാൻ ഒടിയനായി എത്തുന്നു എന്നുള്ളതാണ്. ലോക ചാപ്റ്റർ 1 ചന്ദ്രയ്ക്കകത്ത് ഒരു ഒടിയനായിട്ട് ദുൽഖർ വന്നു പോകുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ രണ്ടാം ഭാഗമായ ചാത്തനിൽ ഒടിയൻ ഒരു മുഖ്യ കഥാപാത്രമായിട്ട് എത്തുന്നു എന്നുള്ളതും അത് ദുൽഖർ തന്നെ അഭിനയിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ പറ്റുന്നത്. അങ്ങനെ ദുൽഖറിൻ്റെ ഒടിയനാണോ മെച്ചം, നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഒടിയനാണോ മെച്ചം, അതുമ്പോൾ തന്നെയല്ല ലാലേട്ടൻ്റെ ഒടിയനാണോ മെച്ചം എന്നുള്ളത് കുറച്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് കണ്ടു തന്നെ അറിയാം. ഏതായാലും തിയേറ്ററിൽ എത്തുമ്പം ഇത് 3 വ്യത്യസ്തമായ തലത്തിലായിരിക്കാം ഒരുപക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നത്. രാഹുൽ സദാശിവൻ്റെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം വേറെ ഒരു തരത്തിൽ ഇവരാരും ചിന്തിക്കാത്ത തരത്തിലുള്ള ഒരു ഒടിയനെ ആയിരിക്കും അവതരിപ്പിക്കുന്നത്. പിന്നെ മഞ്ജു വാര്യരുടെ കഥാപാത്രം എങ്ങനെയാണ് എന്നുള്ളതും നമുക്ക് നോക്കിക്കാണാം. നമ്മുടെ ലാലേട്ടൻ ചിത്രത്തിലെ ഒടിയൻ്റെ രൂപസാദൃശ്യമുള്ള മഞ്ജു വാര്യരെയാണോ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നതെന്നും നമ്മൾ രസകരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. DFR തീർത്ത ഒരു അത്ഭുതമുണ്ട്. പ്രണവ് മോഹൻലാൽ എന്ന് പറയുന്ന നടനെ വേറൊരു തലത്തിലേക്ക് എത്തിക്കാൻ രാഹുൽ സദാശിവന് കഴിയും. പൃഥ്വിരാജിനെ മറ്റൊരു തലത്തിലെത്തിക്കാൻ രാഹുൽ സദാശിവന് കഴിയട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. അതുപോലെ ലോക ചാപ്റ്റർ 1 ചന്ദ്രയിലെത്തുന്ന ദുൽഖറിൻ്റെ കഥാപാത്രവും മികച്ച രീതിയിലാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാ ചിത്രങ്ങളും വിജയിക്കട്ടെ. എന്നാൽ മാത്രമേ മലയാള സിനിമയ്ക്ക് ഭാഷാഭേദമന്യേ എല്ലാ മേഖലയിലും വികസിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ.
അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഒരു പാൻ ഇന്ത്യൻ ചിത്രം അല്ലെങ്കിൽ പാൻ വേൾഡ് ചിത്രമാണ് മലയാള സിനിമയ്ക്ക് ആവശ്യം. ഈ ചിത്രങ്ങളെല്ലാം തന്നെ മലയാള സിനിമയുടെ യശസ് അങ്ങ് ലോകമെമ്പാടും ഉയർത്തുമെന്ന് തന്നെ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. അതിനുവേണ്ടി കാത്തിരിക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.